താങ്കൾ പ്രസിഡന്റ് ആയ ശേഷം ബി ജെ പിക്ക് ഒരു ന്യൂ ഫേസ് എന്നുള്ളൊരു ഫീല് വന്നിട്ടുണ്ട്. പണ്ട് ഒരുപാട് ഇൻഡിസിപ്ലിൻ അല്ല ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് വലിയ ചർച്ചയുണ്ട്. എപ്പോഴും പറയാറുണ്ട് കേരളത്തിൽ ബി ജെ പിയുടെ സാധ്യത പ്രയോജനപ്പെടാതെ പോകുന്നത് ഈ വിഭാഗീയതയാണ്, ആൾക്കാർ തമ്മിലുള്ള. അത് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു? അല്ല, ഞാൻ ആ വിഭാഗീയത കണ്ടിട്ടില്ല. എൻ്റെ ഫ്രാങ്കായിട്ട് പറയാം, ഞാൻ ഇവിടെ ലോക്സഭ മത്സരിക്കാൻ വന്നപ്പോൾ അത് മാർച്ച് 2024 മുതൽ ഇവിടെ പ്രവർത്തിക്കുന്ന ആളാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ചിലവർ ഈ നമ്മളെ ഇന്നർ പാർട്ടി ഡെമോക്രസി, എല്ലാവർക്കും അഭിപ്രായമുണ്ട്, എല്ലാവർക്കും സംസാരിക്കാൻ അവകാശമുണ്ട്, അത് കണ്ടിട്ട് ഗ്രൂപ്പിസമാണെന്ന് അവർ തീരുമാനിക്കുന്നു. പക്ഷെ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങളുടെ പാർട്ടിയിൽ ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ സ്റ്റേറ്റ് പ്രസിഡൻ്റ് ആണെങ്കിലും ഞങ്ങളുടെ പാർട്ടിയിൽ മുതിർന്ന നേതാവുമാരുണ്ട്. വി മുരളീധരൻജിയുണ്ട്, കെ സുരേന്ദ്രനുണ്ട്, കൃഷ്ണദാസ് ചേട്ടനുണ്ട്, കുമ്മനരാജ് ചേട്ടനുണ്ട്. എല്ലാവരും അഭിപ്രായം എടുക്കുക, എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒരുമിച്ച് കൂട്ടിയിട്ടാണല്ലോ ഒരു പാർട്ടി സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഇതുവരെ ആ ഒരു വിഭാഗീയത എന്ന് പറഞ്ഞ ആ ഫിനോമിനൻ തന്നെ കണ്ടിട്ടില്ല. എന്നോട് ഒരു നിലമ്പൂർ ബൈ ഇലക്ഷനിലാണ് തോന്നുന്നു, എനിക്ക് ആരും എന്നോട് ആദ്യമായി ചോദിച്ചത് ഗ്രൂപ്പ് ഉണ്ടോ ബി ജെ പിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൻ്റെ പേരാണ് നരേന്ദ്രമോദിജി ഗ്രൂപ്പ്. എല്ലാവരും ആ ഗ്രൂപ്പിലാണ് എല്ലാവരും.